പൊങ്കാലയിടുന്ന ഭക്തർക്ക് സൗജന്യ സംഭാരം നൽകുകയാണ് പാളയം സെന്റ് ജോസഫ് ദേവാലയം. തിരുവനന്തപുരം പാളയത്തെ പ്രധാന പാതയോരത്ത് കൊടുംചൂടിനെ അവഗണിച്ച് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത് നൂറുകണക്കിന് ഭക്തരാണ്. ഇവർക്കെല്ലാം ആവശ്യമായി വിശ്രമ സൗകര്യവും സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഒരുക്കുന്നുണ്ട്. മാനവസ്നേഹത്തിന്റെ മഹത്തായ മാതൃകയെപ്പറ്റി MK വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഞാനിപ്പോൾ പാളയത്താണ് നിൽക്കുന്നത്. പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിന് മുമ്പിലുള്ള പ്രധാന വഴിയാണിത്. ഇതിനു മുമ്പിൽ പൊങ്കാല ഇടുന്ന ഭക്തജനങ്ങൾ എല്ലാം ഇവിടെ നിന്നും ഒരു വേറിട്ട കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത് പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം തുറന്നതിന് ശേഷം അവിടുത്തെ വൈദികരും അവിടുത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളും പൊങ്കാല അർപ്പിക്കുന്ന ഈ കൊടും വേനലിൽ പൊങ്കാല അർപ്പിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി സംഭാരം വിതരണം ചെയ്യുന്ന വളരെ വേറിട്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ക്രൈസ്തവരെ സംബന്ധിച്ച് ഞായറാഴ്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. എല്ലാ വിശ്വാസികളും പള്ളിയിൽ എത്തി ആരാധന നടത്തുന്ന പ്രധാനപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ പൊങ്കാല പ്രമാണിച്ച് ഈ സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള പൊങ്കാല അർപ്പിക്കുന്ന ഭക്തർക്കെല്ലാം സൗജന്യമായി സംഭാരം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഒരുപക്ഷെ എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ഭാരതത്തിലുടനീളം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം ഈ കൊടും വേനലിൽ ഇത്തരത്തിലൊരു സംഭാരം വിതരണം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠൻ തന്നെയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. സെന്റ് ജോസഫ് ദേവാലയത്ത് എല്ലാ കാലത്തും ഇതേപോലെ മതേതരത്വ വിശേഷങ്ങളെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേവാലയമാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ എല്ലാവരും ഈ ഭക്തർക്ക് സംഭാരം നൽകുന്ന വളരെ സുന്ദരമായ ഒരു കാഴ്ച, ഈ ഒരു മുഹൂർത്തത്തെ പറ്റി ഒന്ന് പറയാമോ? കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വർഷവും. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഒരു കാര്യം സൽക്കാര്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ വർഷം സൺഡേ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നുകൂടെ ആലോചിച്ച് എങ്ങനെ ഇത് നന്നായിട്ട് നിർവഹിക്കാം. ഞങ്ങളുടെ കൗൺസിൽ മീറ്റിംഗിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ ഇതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. കൂടുതൽ ഭക്തരെത്തുന്ന ഒരു വർഷമാണ്. സൺഡേ ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ സൗകര്യമാണ്, എല്ലാവരും എത്തും. അപ്പോൾ ഈ ദിനം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിനായിട്ട് ഇവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുക, ആരും തിരിച്ചു പോകാത്ത രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇവിടുത്തെ സ്ഥലം മുഴുവനും നമുക്കതിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഹോളൊക്കെ പള്ളിയുടെ പുറകിലുള്ള വലിയ ഹോളും എല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെയും കുടിവെള്ളം, സംഭാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അതെ, ഈ സംഭാരം കൊടുക്കുന്ന മാത്രമല്ല, ഇവിടുന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യം, ഇവിടുത്തെ ബാത്റൂം സൗകര്യം എല്ലാം ചെയ്യുന്നുണ്ട്. വിശ്വാസികൾ ഒന്നടങ്കമാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളാണ്. നമുക്ക് അവരോട് ചോദിക്കാം. ഈ വരുന്നവർ സ്ത്രീകളുടെ ഒരു ഉത്സവമാണല്ലോ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? അവർക്ക് സാധാരണ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം, ഈവൻ അവർക്ക് ബാത്റൂം, കുടിവെള്ളം, പിന്നെ ഇവിടെ വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യം, ഹോള്, എല്ലാ 3 ഹോളും ഒക്കെ തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്ത് വേണോ, എന്താവശ്യമുണ്ടോ പൊങ്കാലയോടനുബന്ധിച്ച് എന്താവശ്യങ്ങൾക്കും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുപരി ഇപ്പോൾ ഈ സംഭാരം കൊടുക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് അടുത്ത കുടിവെള്ളം കൊണ്ടുവരും. അങ്ങനെ എന്ത് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു, പിന്നെ സെക്രട്ടറി പറയും. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഇതിനു മുമ്പ് ഞങ്ങളുടെ കഴിഞ്ഞ വാർത്തയിലും അദ്ദേഹം പറഞ്ഞതാണ്. ഇതിനു മുമ്പ് ഇവിടെ പൊങ്കാല അർപ്പിച്ചപ്പോൾ ഒരു അമ്മയുടെ സാരിയിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടുന്ന് ദേവാലയത്തിലെ ഒരു വസ്ത്രം തന്നെയാണ് ആ അമ്മയ്ക്ക് നൽകിയത്. അത്തരത്തിലുള്ള മഹത്തായ പാരമ്പര്യമാണ് ഈ സെന്റ് ജോസഫ് ദേവാലയത്തിനുള്ളത്. അതെ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് അടുത്തിരുന്ന വസ്ത്രം തന്നെ എടുത്തു കൊടുത്ത വലിയ പാരമ്പര്യം. ഇപ്പോൾ ഇത്തരത്തിൽ സംഭാരം വിതരണം ചെയ്യുന്നു. എങ്ങനെയാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്? ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ട്. ഈ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാളയം പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ വളരെ ഐക്യത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ കഴിഞ്ഞിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെയും സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്നിവിടെ ഈ സംഭാരം വിതരണം ചെയ്യുന്നത്. ഇതാണ് അനന്തപുരിയുടെ കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള എല്ലാ ഇടങ്ങളിലും
അനന്തപുരിയെ സംബന്ധിച്ച് ഇത് ഹൈന്ദവരുടെ മാത്രം ആഘോഷമല്ല, എല്ലാ ജാതി മത വിഭാഗങ്ങളുടെ ആഘോഷമായി ഈ പൊങ്കാല മഹോത്സവം മാറുകയാണ്. അതിൻ്റെ തന്നെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമുക്ക് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറയുന്നു. ഇത് തുടങ്ങി വെച്ചത് സൂസപാക്യം പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങി വെച്ചത്. ആ തുടക്കം ഞങ്ങൾ ഇനിയും ഉള്ള കാലങ്ങളിലും നിറവേറ്റും. സൂസപാക്യം പിതാവ്, സൂതാകുമാരി ടീച്ചർ, മുസ്ലിംസിൻ്റെ നമ്മുടെ ഇമാം, ഞങ്ങളെല്ലാം സംയുക്തമായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അമ്പലത്തിലെ പോറ്റി എല്ലാവരും സംയുക്തമായിട്ടാണ് തുടങ്ങി വെച്ചത്. ഇനിയുള്ള നാളുകളിൽ ഞങ്ങളിത് തുടർന്നു പോകും. അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് വരുന്ന എല്ലാവരോടത്തും ഞങ്ങൾ ആതിഥ്യ മര്യാദ കാണിക്കും. അതെ, അതാണ് ഇത്തരത്തിലുള്ള സംഭാരം നമ്മളും ജനൻ ടി വിയും ഇതിൻ്റെ ഭാഗമായി ഈ സംഭാരം നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ സന്തോഷം നമ്മളും സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം പങ്കുവെക്കുന്നു.